നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാം കേട്ടോ. നമ്മളുടെ വെളുത്തുള്ളി നമുക്ക് ഉലിക്കുവാനും അതുപോലെ തന്നെ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റുന്ന നല്ലൊരു ടിപ്പുണ്ട്. അതുപോലെ ഇത് വെറും 150 രൂപക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ചെരുപ്പ് സ്റ്റാൻഡാണ്. 1000 2000 ഒന്നും കൊടുക്കാതെ തന്നെ നമുക്കൊരു വെറും 150 രൂപക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെരുപ്പ് സ്റ്റാൻഡിന്റെ ഐഡിയ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മളെ കയ്യിലുള്ള പ്ലൈവുഡിന്റെ കഷ്ണങ്ങളോ നമ്മൾ ഇപ്പൊ കബേർഡിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള കഷ്ണങ്ങൾ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് പെയിന്റ് അടിച്ചെടുത്താലും മതി. നല്ല കട്ടി വേണം. എന്നിട്ട് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അളവാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ആ ഒരു അളവ് ആ ഒരു 2 സൈഡിൽ അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ PVC പൈപ്പ് മുറിച്ചെടുക്കുവാനായിട്ട്. പിന്നെ ഈക്വൽ ആയിട്ട് 5 കഷ്ണമാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. 5 കഷ്ണം ഈക്വൽ ആയിട്ട് മുറിച്ചെടുക്കുക. ഈ ഒരു PVC പൈപ്പിന്റെ വില മാത്രമാണ് 150 രൂപ. പിന്നെ നമുക്ക് വേണ്ടത് ജോയിൻ ചെയ്യാനുള്ള ടീ ആണ് വേണ്ടത്. അതിന് നമുക്ക് 8 എണ്ണമാണ് കേട്ടോ അത് ആവശ്യമായിട്ടുള്ളത്. 5 പീസ് നമ്മളുടെ ഈക്വലായിട്ട് മുറിക്കുക. മറ്റേ വലിയ പീസ് 2 എണ്ണം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഗ്യാപ്പാണോ ഒരു ചെരുപ്പ് സ്റ്റാൻഡിന് വേണ്ടത് ആ ഒരു അളവിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഇപ്പം അളവുണ്ടാവുമല്ലോ ഇവിടെ നിന്ന് ഇത്രയും ഗ്യാപ്പ് വേണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെരുപ്പ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലുള്ള ഇത്രയും ചെലവ് ചുരുക്കി ഇതെങ്ങനെ ചെയ്തെടുത്തു എന്ന് വിചാരിക്കും. വെറും 150 രൂപ വരെ മേടിച്ചാൽ മതി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചെരുപ്പ് വെക്കേണ്ട ഗ്യാപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നമുക്കിപ്പം ഒരു ചെരുപ്പിൻ്റെ ഒരു ഹീലുള്ള ചെരുപ്പ് എത്ര ഗ്യാപ്പിൽ വെക്കാൻ പറ്റും ആ ഒരു ഗ്യാപ്പിലാണ് നിങ്ങൾ ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇപ്പോൾ ഡിസ്റ്റൻസ് കൂട്ടിയെടുക്കണമെങ്കിൽ ഈ ഒരു പൈപ്പുകളെല്ലാം നീട്ടം കൂട്ടിയെടുക്കണം കേട്ടോ. ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റായിരിക്കണം. അതൊന്ന് ശരിക്കും മെഷർമെൻറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, ഒരു ഭാഗം ഞാനിവിടെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും സെയിം ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇത് 2 എണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ പണിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു എൻ്റെ കയ്യിലുള്ള പ്ലൈവുഡിൻ്റെ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം 2 ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് 2 എണ്ണവും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ നീളം കൂട്ടണമെങ്കിൽ അതിൻ്റെ നീളം കൂട്ടുക. പ്ലൈവുഡിൻ്റെ നീളത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള നീളവും വീതിയൊക്കെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതിനനുസരിച്ച് നിങ്ങൾ മാറ്റിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ ഒരു ഷേപ്പായി. അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്പ് ഇടണം കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ രാത്രി കാലങ്ങളിൽ പാമ്പ് അതുപോലെയുള്ള പ്രാണികൾ അതുപോലെ കടുന്തലൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേളിൽ ക്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടത് മസ്റ്റായിട്ടും ക്യാപ്പ് ഇട്ട് കൊടുക്കണം. അതാരും മറന്നു പോകരുത്. എന്നാൽ മാത്രമേ നമുക്കിത് സേഫ് ആകുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും കടുന്തലൊക്കെ കൂട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോയി തൊട്ട് കഴിഞ്ഞാൽ കടിക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇപ്പം നമ്മൾ 1000 2000 2500 3000 ഒക്കെ കൊടുത്ത് ഒരു ചെരുപ്പ് സ്റ്റാൻഡ് മേടിച്ചാൽ ഒരു മഴ പെയ്യുമ്പോഴോ ഒരു ഇത് വരുമ്പോഴൊക്കെ ഇത് ചീത്തായി പോകാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ PVC പൈപ്പ് ആയതുകൊണ്ട് തന്നെ ചീത്താകുകയില്ല പെട്ടെന്ന്. പിന്നെ അതുമല്ല, വളരെ ചുരുങ്ങിയ ചിലവിലല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ഇത് വേണ്ടാന്ന് വെച്ചാലും വേറെ മോഡൽ ചെയ്തെടുക്കണമെങ്കിലും ഈ PVC പൈപ്പ് കൊണ്ട് പല മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ ഒരു മോഡലാണ് കാണിച്ചു തന്നേക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ഗ്യാപ്പൊക്കെ ഇത്രയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു കബേർഡിൻ്റെ ആ ഒരു പ്ലൈവുഡ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള 150 രൂപയ്ക്ക് എവിടെന്നെങ്കിലും ഈ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് കിട്ടും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാം. വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, വീട്ടുകാരുടെ കയ്യടി നേടുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി നമുക്ക് ഒലിച്ച് ഒരു വർഷത്തോളം നിങ്ങൾ സൂക്ഷിച്ചാൽ പോലും അതിൻ്റെ മണമോ ഗുണമോ അതിൻ്റെ ഒരു ഇപ്പം നമ്മൾ ഒലിച്ച് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ വെളുത്തുള്ളി അല്ലി പോലെ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയോ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പാൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചൂടോടുകൂടി നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു ടർക്കിയാണ് കേട്ടോ. ആ ടർക്കിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുത്തിയും അടിച്ചും ഒക്കെ കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ തൊലി തൊടുമ്പോൾ തന്നെ അടന്ന് വരും. ആ ഒരു ചൂട് തട്ടുമ്പോഴത്തേക്കും ഗ്യാസ് ഒന്നും കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു നേരിയ ചൂട് മതി. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഉലിഞ്ഞു വന്നിട്ടുണ്ട്. അല്ലികളായിട്ട് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആകെ 2-3 മാത്രം നമുക്ക് ഇത് ഉലിഞ്ഞ് കിട്ടാണ്ടുള്ളൂ. ബാക്കി എല്ലാം ഉലിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. നമ്മൾ ചപ്പാത്തിയും ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ ആ കല്ലിൽ വെച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെ നമുക്ക് വർഷങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ, കുറേ ഒന്നും ചേർക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് സൺഫ്ലവർ ഓയിൽ, അതും 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാട്ടെ, യാതൊരു കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവറാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് ക്രഷ് ചെയ്താണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്ത് വെക്കാം. ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ വെളുത്തുള്ളി മാത്രം ഇടുന്നതുണ്ടാവും, ഇഞ്ചി മാത്രം ഇടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില്ല് കുപ്പിയിൽ മാത്രം, പ്ലാസ്റ്റിക്കിലൊന്നുമല്ല, ചില്ല് കുപ്പിയിൽ ഇട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷമായാൽ പോലും ഇതിന് യാതൊരു കേടുപാടോ മണത്തിനോ ഗുണത്തിനോ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഒലിച്ചപ്പം ചെയ്തെടുത്ത പോലെ ഇരിക്കും കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു അവധി ദിവസം കിട്ടുമ്പോൾ കുറേ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമ്മളുടെ അടുക്കളയിലുള്ള പകുതി ജോലി തീരുന്ന പോലെയാണ് ഈ ഒരു വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു സൂപ്പർ ഐഡിയയാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ PVC പൈപ്പ് ഒരു ചെറിയൊരു കഷ്ണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച ഒരു പേസ്റ്റില്ലേ അത് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അടിഭാഗം ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്തിട്ട് നിറച്ച് കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് അരച്ചത് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഒരളവിന് നമുക്ക് അറിയാലോ, ഇപ്പോൾ ഒരു കറിക്ക് ഇത്ര വെളുത്തുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്, 1/2 ടീസ്പൂൺ വെച്ച് നമ്മൾ ഇടുന്നതെങ്കിൽ ആ ഒരളവിൽ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രീസറിൽ ഒരു 2-3 മണിക്കൂർ വെക്കുക. ഇതുപോലെ ഫ്രീസർ വെച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ കട്ടയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിട്ട് വരാനായിട്ട് ഇതിൽ എണ്ണയൊക്കെ ചേർത്തുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. ഒന്ന് വെള്ളത്തിൽ പൈപ്പിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ജസ്റ്റ് കാണിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതുകൊണ്ട് കുത്തുന്ന ഇതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുത്തിയെടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, നല്ല ഷേപ്പിന് തന്നെ. എന്നിട്ട് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരളവിന് ഇതുപോലെ കഷ്ണിച്ചെടുക്കുക. ഇതുപോലെ ഏതൊരളവിനാണോ ആ അളവിന് നിങ്ങൾ കഷ്ണിച്ചെടുത്തതിന് ശേഷം ഇത് നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഇഞ്ചിയും ചെയ്തെടുക്കാം കേട്ടോ. ഇഞ്ചി ഇതുപോലെ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്യാനത്. അല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഫ്രീസറിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം യാതൊരു കേടുമില്ലാതെ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല, വിട്ട് കിടന്നോളം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരെണ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം എടുത്തിട്ട് കറിയിലേക്ക് ഇടുക. നമ്മൾ വയറ്റി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ചെയ്ത് നമ്മളുടെ സാധാ വെളുത്തുള്ളി പോലെ ആയിക്കോളും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.